Pebbles Live. ബുദ്ധിശാലിയായ തൊപ്പിക്കച്ചവടക്കാരൻ. ഒരു ദിവസം ഒരു പാവപ്പെട്ട തൊപ്പിക്കച്ചവടക്കാരൻ ഒരു ചെറിയ ഗ്രാമത്തിൽ തൊപ്പി വിൽക്കുകയായിരുന്നു. ക്ഷീണിച്ച അവശനായ അയാൾ തന്റെ തൊപ്പി സഞ്ചി ഒരു മരത്തിനടിയിൽ വെച്ചിട്ട് നിഴലിൽ കിടന്നുറങ്ങി. അയാൾ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ കുറെ കുരങ്ങന്മാർ താഴെ ഇറങ്ങി വന്ന് സഞ്ചിയിൽ നിന്ന് തൊപ്പികൾ ഓരോന്നായി എടുത്ത് അണിയാൻ തുടങ്ങി. അയാൾ ഉറങ്ങി എണീറ്റ് നോക്കിയപ്പോൾ കുരങ്ങന്മാർ തൊപ്പിയും ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അയാൾ നിലവിളിച്ചു, അയ്യോ, ആ തൊപ്പികളൊക്കെ എന്റേതാ, അത് തിരിച്ചു തരൂ. കുരങ്ങന്മാർ അയാളെ നോക്കി ഗർജിച്ചു. അപ്പോൾ അയാൾക്കൊരാശയം തോന്നി. അയാൾ ഉടനെ തന്റെ തൊപ്പി ഊരി താഴെയിട്ടു. ഉടനെ കുരങ്ങന്മാരും അവരുടെ തലയിൽ നിന്നും തൊപ്പിയെടുത്ത് താഴേക്ക് വലിച്ചെറിഞ്ഞു. തൊപ്പി കച്ചവടക്കാരൻ തൊപ്പികളും എടുത്ത് സഞ്ചിയിലിട്ട് സന്തോഷത്തോടെ യാത്രയായി. സമയോചിതമായ ചിന്ത. ബുദ്ധിമാനായ കഴുത. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു സിംഹം ദാഹം ശമിപ്പിക്കാനായി ഒരു നദിക്കരയിൽ ചെന്നു. ഒരു കഴുത നദിയുടെ അക്കരെ വെള്ളം കുടിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിനായി ആ കഴുതയെ പിടിക്കാൻ സിംഹം ഗൂഢാലോചന നടത്തി. സിംഹം പറഞ്ഞു, കഴുതേ, നദിയുടെ അക്കരെ കുതിരകൾ ഏതെങ്കിലും ഉണ്ടോ? എനിക്കവരുടെ പാട്ട് കേട്ടാൽ കൊള്ളാമായിരുന്നു. കഴുതയ്ക്ക് സിംഹത്തിന്റെ അടവിൽ സംശയം തോന്നിയില്ല. അത് പറഞ്ഞു, അതിനെന്താ, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പാടിത്തരാലോ. അത് കണ്ണുകളടച്ച് പാടാൻ തുടങ്ങി. ഉടൻ തന്നെ സിംഹം കഴുതയെ പിടിച്ചു. പക്ഷേ അത് ബുദ്ധിയുള്ള ഒരു കഴുതയായിരുന്നു. അത് പറഞ്ഞു, സിംഹരാജാവേ, ഞാൻ നിങ്ങളുടെ ഉച്ചഭക്ഷണമാകാൻ തയ്യാറാ. പക്ഷേ നല്ല ശക്തിശാലികളായ സിംഹങ്ങളൊക്കെ ഭക്ഷണത്തിനു മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടേ കഴിക്കാറുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സിംഹം താൻ ശക്തിശാലിയാണെന്ന് കാണിക്കാനായി കണ്ണുകളടച്ച് കുറെ നേരം പ്രാർത്ഥിച്ചു. തക്ക സമയം നോക്കി കഴുത ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ബുദ്ധിയുള്ള കഴുത സിംഹത്തെ പറ്റിച്ചു. ബുദ്ധി സാമർഥ്യം ജീവൻ രക്ഷിക്കും. ബുദ്ധിയുള്ള കാക്ക. ചിന്റു ഒരു ബുദ്ധിയുള്ള കാക്കയായിരുന്നു. അവൻ ഇര തേടി വീട്ടിൽ നിന്ന് പറന്നു. അതൊരു നല്ല വേനൽക്കാലമായിരുന്നു. എനിക്ക് വല്ലാതായിക്കുന്നല്ലോ, അവൻ പറഞ്ഞു. എന്നിട്ട് വെള്ളം അന്വേഷിക്കാൻ തുടങ്ങി. എല്ലായിടവും തേടി നോക്കിയിട്ടും എവിടെയും വെള്ളം കണ്ടില്ല. ഒടുവിൽ അവനൊരു കുടം കണ്ടു. അതിൽ വളരെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതവന് കുടിക്കാൻ പറ്റിയില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച കാക്ക, എനിക്കൊരാശയം തോന്നുന്നു. അവൻ കുറച്ച് കല്ലുകൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് അവ ഓരോന്നോരോന്നായി ആ കുടത്തിലേക്ക് ഇട്ടു. അതിലെ വെള്ളം മുകളിലേക്ക് ഉയർന്നു വന്നു. കാക്ക വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ച കാക്ക സന്തോഷത്തോടെ പറന്നുപോയി. അധ്വാനിക്കുന്നവൻ ഫലമനുഭവിക്കും. അഭിനേതാവായ കാക്ക. ഒരിക്കൽ ഒരു കാക്ക ഒരു മനോഹരമായ മയിലിനെ കണ്ടു. അതിനും മയിലിനെ പോലെ സുന്ദരനാവണം എന്ന ആഗ്രഹം തോന്നി. അതിനായി കുറച്ച് മയിൽപീലികൾ ശേഖരിച്ച് തന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെച്ചു. അതിനെ കണ്ടാൽ ഒരു കോമാളിയെ പോലെ ഉണ്ടായിരുന്നു. മയിലുകളെല്ലാം അതിനെ തുറച്ചു നോക്കിയിട്ട് പറഞ്ഞു, എന്നിട്ട് അവ പറന്നുപോയി. അതിന്റെ കൂട്ടുകാരായിരുന്ന മറ്റു കാക്കകളൊക്കെ അവന്റെ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചു. ഇപ്പോഴാണ് കാക്കയ്ക്ക് താൻ ചെയ്ത വിഡ്ഢിത്തം മനസ്സിലായത്. അവൻ കൂട്ടുകാരുടെ സമീപം ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്നോട് ദയവായി ക്ഷമിക്കണം. വീണ്ടും നിങ്ങൾ എന്റെ കൂട്ടുകാരാവണം. എന്റെ വിഡ്ഢിത്തം എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും കാക്കയായതിൽ അതിയായ സന്തോഷമുണ്ട്. വഞ്ചകരുടെ പ്രശംസ ജയിക്കില്ല. കുറുനരിയും കാക്കയും. ഒരു കുറുനരി വല്ലാതെ വിശന്നിരിക്കുകയായിരുന്നു. അവൻ ഭക്ഷണത്തിന് വേണ്ടി നാലുപാടും തേടി നോക്കി. ഒരു കാക്ക വായിലൊരു റൊട്ടി കഷ്ണവുമായി ഇരിക്കുന്നത് അവൻ കണ്ടു. കാക്കയുടെ പക്കൽ നിന്നും അത് തട്ടിയെടുക്കാൻ അവൻ തീരുമാനിച്ചു. അവനൊരാശയം തോന്നി. അവൻ കാക്കയെ നോക്കി പറഞ്ഞു, കാക്കേ കാക്കേ, നീ വളരെ സുന്ദരിയാ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? നിന്റെ ശബ്ദം നല്ല മധുരമുള്ള ശബ്ദമാണെന്ന് എനിക്ക് അറിയാം. കാക്കയ്ക്ക് വളരെ സന്തോഷമായി. അവൾ പാട്ടുപാടാനായി വായ തുറന്നു. പക്ഷേ റൊട്ടി കഷ്ണം വായിൽ നിന്ന് താഴെ വീണു. അപ്പോൾ കുറുനരി
ആ റൊട്ടിക്കഷ്ണം എടുത്ത് തിന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. മറ്റുള്ളവർ പ്രശംസിക്കുന്നതിൽ മയങ്ങരുത്. കുറുക്കനും മുന്തിരിങ്ങയും. ഒരു ദിവസം ജാക്കി എന്ന കുറുക്കൻ മുന്തിരിത്തോട്ടത്തിൽ നടക്കുമ്പോൾ ധാരാളം മുന്തിരിങ്ങ തൂങ്ങിക്കിടക്കുന്നത് അവൻ കണ്ടു. അവന്റെ നാക്കിൽ നിന്ന് വെള്ളം ഒലിക്കാൻ തുടങ്ങി. ഈ മുന്തിരിങ്ങയ്ക്ക് നല്ല മധുരമായിരിക്കും, ഇതെങ്ങനെയെങ്കിലും തിന്നണം എന്ന് പറഞ്ഞ് അവൻ മുന്തിരിങ്ങ പറിക്കാനായി ചാടി നോക്കി. പക്ഷേ അത് ഉയരത്തിലായിരുന്നതിനാൽ അവന് പറിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും ചാടി നോക്കി. പക്ഷെ അവൻ താഴെ വീണ് മുറിവേറ്റത് മാത്രം മിച്ചം. പിന്നീട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. അയ്യേ, ഈ മുന്തിരിങ്ങ പൊളിക്കും, എനിക്ക് വേണ്ട. ഓ, അത്യാഗ്രഹിയായ പട്ടിക്കുഞ്ഞ്. റോജർ ഒരു കുസൃതിയായ പട്ടിക്കുഞ്ഞായിരുന്നു. അവൻ എല്ലിൻ കഷ്ണങ്ങൾ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരെല്ലിൻ കഷ്ണം കിടക്കുന്നത് അവൻ കണ്ടു. അവനത് എടുത്തിട്ട് പറഞ്ഞു, ഹേയ്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം കിട്ടി. അതും കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അവൻ ഒരു പാലം കടക്കുകയായിരുന്നു. അവൻ താഴെ വെള്ളത്തിലേക്ക് നോക്കിയപ്പോൾ മറ്റൊരു പട്ടി വായിൽ ഒരു എല്ലിൻ കഷ്ണവുമായി നിൽക്കുന്നത് അവൻ കണ്ടു. റോജർ ഭയങ്കര അത്യാഗ്രഹിയായിരുന്നു. അമ്പടാ, മറ്റൊരു എല്ലിൻ കഷ്ണവും കൊണ്ട് മറ്റൊരു പട്ടി. അതെങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ നിന്നും കൈക്കലാക്കണം. അവൻ ആ പട്ടിയെ നോക്കി കുരച്ച് പേടിപ്പിച്ച് എല്ലിൻ കഷ്ണം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുരയ്ക്കാനായി വായ തുറന്നപ്പോൾ ആ എല്ലിൻ കഷ്ണം അവന്റെ വായിൽ നിന്ന് നദിയിലേക്ക് വീണു. കാരണം അവൻ കണ്ടത് സ്വന്തം പ്രതിച്ഛായയായിരുന്നു. അത്യാഗ്രഹം, പെരും ഛേദ. ആമയും മുയലും. ഒരു ദിവസം ആമയും മുയലും ഒരു ഓട്ടപ്പന്തയത്തിന് തയ്യാറായി. എല്ലാ മൃഗങ്ങളും ഈ ഓട്ടപ്പന്തയം കാണാൻ ഒരുമിച്ചു കൂടി. കുരങ്ങൻ വെടി പൊട്ടിച്ചപ്പോൾ രണ്ടുപേരും ഓടാൻ തുടങ്ങി. മുയൽ വളരെ വേഗതയിലോടി. പക്ഷെ പെട്ടെന്ന് ആമ വളരെ പിന്നിലായി. എന്തായാലും ഞാൻ ജയിക്കുമെന്ന് ഉറപ്പാ. അതുകൊണ്ട് ആമ വരുന്നതിനുള്ളില് ഒരു ചെറിയ ഉറക്കം ഉറങ്ങിക്കളയാം എന്നു പറഞ്ഞ് മുയൽ അടുത്തുള്ള ഒരു പുൽത്തകിടിയിൽ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ആമ മെല്ലെ മെല്ലെ നടന്ന് മുയലിനെ കടന്നുപോയി. മുയൽ എണീറ്റ് നോക്കുമ്പോൾ ആമ വിന്നിംഗ് പോസ്റ്റിൽ വിജയിയായി നിൽക്കുന്നതാണ് കണ്ടത്. Pebbles Live